ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ പിന്നെ ഇത് ഞാൻ ഈ ചേമ്പിന് രണ്ടാമത്തെ ഇനി കുറച്ച് ഇനിയത്തെ പണിയെടുക്കേണ്ടതാണ് കാണിച്ചു. ചേമ്പ് നട്ടിട്ട് വളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്കൊക്കെ കൊടുത്ത് ഇതെല്ലാം നട്ടത് കുറച്ച് താണിട്ടുണ്ട്. ഇതിൻ്റെ മേലെ എന്നാ കൊടുക്കേണ്ടത് കിഴങ്ങ് കീയാൻ വേണ്ടിക്കൽ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രമേ കിഴങ്ങ് വണ്ണം വെക്കുകയോ കീയോ എല്ലാം ചെയ്യലൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എന്നാ കൊടുക്കുന്നത് വെച്ചാൽ ഇത് കരിയില ഉണ്ടല്ലേ, ഇത് കരിയില ഇത് വളം കമ്പോസ്റ്റ് വളമാണ് ഇത് കേട്ടോ. കമ്പോസ്റ്റ് അല്ല, പിന്നെ ആലവളം തന്നെ, കമ്പോസ്റ്റ് പോലെ തന്നെ ആ വളം. ഇത് എല്ലാം ഇട്ടിട്ടുള്ള വളമാണ്. ഇതിപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പറിച്ച് കളഞ്ഞ് ഉണ്ടല്ലേ, ഇതെല്ലാം നല്ല വൃത്തിയാക്കി നല്ല അരുവിലെല്ലാം ഒരുപോലെ അങ്ങ് എത്തിപ്പോയി കണ്ടാ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മേലെ ആദ്യം വീടുന്ന വെച്ചാൽ കരിയില. ഇത് ആരും കാണാണ്ട് പോകരുത്, എല്ലാവരും കാണണം. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് കാണാണ്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഇത് നിങ്ങൾ ഈ കൃഷി ചേമ്പ് ചാക്കിൽ നടുന്നവരാരും കാണാതെ പോകരുത്. ഇത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഈ വളം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നിങ്ങൾ ചേമ്പ് നല്ല അട്ടിയിൽ കീയും. ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി ഇട്ട് കൊടുത്താൽ 2 അട്ടി കീയും, ആദ്യം ഒരട്ടിയും കൂടി കീയും. അതിനാണ് ഞാനിത് കണ്ടില്ലേ, ഇതേപോലെ ഉണക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ ഈ പിന്നെ കിഴങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു മണ്ണിളക്കം കിട്ടാനും, മണ്ണല്ല നല്ലൊരു ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പം പൊടിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ ഉണക്കാകുമ്പോൾ. പച്ചയാകുമ്പോൾ എന്ന് വെച്ചാൽ ചീഞ്ഞ് പോയിട്ട് ഇങ്ങനെ വളം പോലെ ആവും. ഇതിപ്പോൾ അങ്ങനെ നിൽക്കില്ല. ഇത് ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഇങ്ങനെ നിന്നാൽ അധികം വെള്ളം കുടിക്കാതെ തന്നെ അവിടെ നിൽക്കും. കണ്ടില്ലേ, ഇതേപോലെ പിന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഒരട്ടിയും കൂടി ഇട്ട് കൊടുത്താലേ നമുക്ക് മേലോട്ടാവില്ല. എന്നിട്ട് ഈ വളവും കൂടി വാരിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ ചുറ്റും വളം ഇടും. എന്നാൽ ഈ ഉണക്ക ചപ്പ് അമരാൻ വേണ്ടിയിട്ടും ഉണക്കച്ചപ്പ് അതിന് മേലെ നല്ല വളമായിട്ട് വരുകയും ചെയ്യും. അധികം അടിഞ്ഞു പോവുകയും ചെയ്യില്ല, അധികം വളമായിട്ട് പൊടിയായിട്ട് വരികയില്ല. ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അധികം ചളിപ്പറ്റ് വരില്ല. അങ്ങനെയെല്ലാം നല്ല നല്ല ഇതുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനകത്തിട്ട് കമ്പോസ്റ്റ് വളം തന്നെയാണിത്. കമ്പോസ്റ്റ് വെച്ചാൽ എല്ലാ പൊടികളും എല്ലാം അടക്കമുള്ളതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇനിയിപ്പം ഒരിക്കലും കൂടി ഇടണം, എന്നാലേ ഇനിയിപ്പോൾ കുറച്ചും കൂടി അമരുമല്ല. അന്നേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഒരു ട്രിപ്പും കൂടി കിഴങ്ങ് കീയാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കളിക്കുമ്പോൾ. ഇത് നല്ലപോലെ പണിയെടുക്കുന്നൊരു ചാക്കിൽ നടുന്നതിന് ഇത് അത്യാവശ്യമാണ്. ചാക്കിൽ നടുന്നതിന് ഈ പണി നല്ലതാണ്, അവർ കാണേണ്ടതാണ്. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഈനും കൂടി എടുക്കട്ടെ, ഈനും കൂടി ഇട്ട് കണ്ടില്ലേ. ഞാൻ ഉണക്കച്ചപ്പ് വാരിക്കൊണ്ടുവന്നിട്ടാണ് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഉണക്കച്ചപ്പ് ഉണക്ക കരിയിലിട്ടാൽ ഇതിൻ്റെ മേലെ ആ മണ്ണും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മല്ലേ പൊടിയുള്ളൂ, വേഗം പൊടിയില്ല. പച്ചയിലാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് എല്ലാം അമ്മിഞ്ഞ് വളമെല്ലായി അങ്ങനെ പോകും. ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കിഴങ്ങിന് നല്ല വണ്ണം വെച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള, നീണ്ടു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കും ഇത്. അതിനാണ് ഞാൻ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടല്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉണ്ടല്ലേ, ഇനി ഒരു പ്രാവശ്യം കൂടി ഇനി ഇട്ട് കൊടുക്കണം. എന്നാൽ നല്ലോണം കിഴങ്ങുണ്ടാവും. നിങ്ങൾക്ക് കളക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ല, ഇതുപോലെ ഞാൻ ഇതിനകത്ത് വാരിക്കൊണ്ടുവന്നെയാണ്. ഉണ്ടല്ലോ, ഇതാണ് ഞാൻ ആ കുണ്ടിന്ന് വാരിച്ചെടുത്തിട്ട് വരുന്നതാണ്. കണ്ടില്ലേ, നല്ലപോലെ ഇട്ട് കൊടുക്കണം. വളം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നല്ല പച്ചക്കറി കിഴങ്ങോ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ വളം വേണം, വളം നല്ലപോലെ വേണം. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ ഇനി ഒരു ട്രിപ്പും കൂടി എടുത്താൽ ഈ ചാക്കെന്നറി. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒന്നുണ്ട്, ഇത് ഞാൻ താഴെടുത്ത് വെക്കട്ടെ, ഇത് ഞാൻ അപ്പുറത്തെടുത്ത് വെക്കട്ടെ. കണ്ടില്ലേ, ഇങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ആകുമ്പോണ്ടല്ലോ അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ പോവും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇവിടെ വെക്കുക. ഇതിവിടെ വെച്ചിട്ട് കണ്ടില്ലേ,
അല്ല ഞാൻ നേർക്ക് നിൽക്കുന്നില്ല. ആടെയാകുമ്പോൾ ആ കല്ലുമ്മലാകുമ്പോൾ നേർക്ക് നിൽക്കുന്നില്ല. ഇപ്പം എല്ലാം ആദ്യത്തെ വളമെല്ലാം അടിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം രണ്ടാമത്തെ വളമാണ് ഇനിയിപ്പോൾ ഉള്ളത്. അതെല്ലാം അടിഞ്ഞ് താഴെ എത്തി. ആദ്യം കൊടുത്ത കാടും പടലും എല്ലാം പോയി, അങ്ങ് താഴോളം എത്തി. നല്ല വളമായി അത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഈ ചപ്പും വാരിയിട്ടിട്ട് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇത് വാരിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ചപ്പും കൂടി ഈ ഉണങ്ങിയ കരിയിലൊക്കെയാണ് ഇനി പ്രധാനം. ഈ കരിയില ഉണ്ടാ, ഈ കരിയില ഇതിന് മേലെ ആ വളവും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അസ്സല് പൊടി വളമായിട്ടിങ്ങ് വരും. ചളിയാവില്ല. ചളിയായാൽ കിഴങ്ങ് വണ്ണം വെക്കൂല. നല്ല പിന്നെ ഇത് ആറ്റം വേണം കിഴങ്ങിന്. ഇതിൻ്റെ ഉള്ളിൽ ആ ചാക്കിലായാലും നല്ല ആറ്റം കിട്ടണം, എന്നാൽ മാത്രമേ കിഴങ്ങ് വണ്ണം വെക്കൂ. അതിനാണ് ഇതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ വളം കൂടി ഇട്ട് കൊടുക്കട്ടെ. നല്ലപോലെ വളം ഇട്ട് കൊടുക്കണം. പണിയെടുത്താൽ മാത്രം പോരാ. എല്ലാവരും വളം കൊടുക്കാൻ മടിക്കും. എന്തിനാ? വളം നല്ലപോലെ കൊടുക്കണം, എന്നാൽ മാത്രമേ ഇതിന് കിട്ടൂലൂ, അല്ലെങ്കിൽ കിട്ടൂല. ഇപ്പം കണ്ടില്ലേ, ഇതാ ചുറ്റും നല്ലപോലെ ഒരുപോലെ ആക്കി അവിടെ അമർത്താടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേമ്പ് പായുന്ന കണ്ടു. ഇനി ഇപ്പം തന്നെ കണ്ടോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പം തന്നെ നട്ടിട്ട് അത്രയിലായാലും ഇപ്പം നോക്കറ ചേമ്പ് ഉഷാറായിട്ട് കണ്ടില്ലേ. ഇനിയിപ്പോൾ ആടെ 2 അടിയുണ്ട്, 2 ഇടിയുണ്ട് ഇവിടെ. കുറച്ചും കൂടി വളം വാരിക്കൊണ്ടിരുന്നത്രേ. ഇനിയിപ്പോൾ ഇത് 2 ഇടണം, മറ്റേനും ഇടണം. കുറച്ചുകൂടി വാരി എടുത്തിട്ട് വളം എടുത്തിട്ട് ഇതല്ലേ ഈ വളമാണ് ഇനിയിപ്പോൾ കൊടുക്കണ്ടേ. ഇതിപ്പോൾ ഈ 2 കൂടി കൊടുക്കട്ടെ. കണ്ടല്ലോ, ഇതുപോലെ ഇനിയിപ്പോൾ കൊടുക്കണം. ഇത് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ ഒന്നുണ്ട്, ആടി ഒന്നുണ്ട്. കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ ആ പുല്ലും കാടെല്ലാം പൊടിച്ച് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് തട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടാ, ഇതേപോലെ. ഇനിയിപ്പോൾ ഇത് കരിയില വാരിയിട്ടെ. ഈ 2 കൂടി ഇടാനുണ്ട്. അതും കൂടി 2 അടിയുണ്ട്, 4 ഉണ്ട്. ഇനിയും അപ്പുറത്തും ഉണ്ട്. അത് ഒരു ദിവസം കൊടുക്കാം. തൽക്കാലം ഈ കരിയില എത്ര കൊണ്ടുവന്നില്ല, ഒരു ചാക്കിലേ കൊണ്ടുവന്നിട്ട് താഴെ പോയി കൊണ്ടുവരണം. എനിക്കത്രേ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, എടുത്തിട്ട് വരാൻ കഴിഞ്ഞില്ല. അന്നേരം കുറച്ചേ എടുക്കാൻ കഴിഞ്ഞു. കരിയിലായതുകൊണ്ട് എടുത്തെടുത്ത് വെച്ചിട്ട് കൊണ്ടുവന്നേ. ഇതല്ലേ ഇതേപോലെ ചുറ്റും നിറച്ച് കൊടുക്കണം. ചുറ്റും നിറക്കാഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വിളവ് കിട്ടുന്ന ഒരു അതിശയമൊന്നുമല്ല. ഞാൻ ഇക്കൊല്ലത്തെ വിളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി വിളവ് ഞാൻ കാണിച്ചു തരാം. അതല്ലേ, ഇനിയിപ്പം ഇത് വാരിയിടട്ടെ. കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പണിയെടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ലാതുകൊണ്ട് കുറച്ച് ചപ്പും കാടെല്ലാം വാരിയിട്ടിട്ടേ ഉള്ളൂ. ആദ്യം നട്ടു പോയിട്ട് പിന്നെ വഴി അത്രേ പണിയെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇക്കെല്ലാം അങ്ങനെയല്ല, ഇക്കെല്ലാം നല്ലപോലെ പണിയെടുക്കുക. എന്നിട്ട് നമുക്ക് വളവും വാരിയിട്ട് കൊടുത്ത് നമുക്ക് പണിയെടുക്കാമല്ലോ. ഉണ്ടല്ലേ, ഇതേപോലെ 4 പുറവും അതേ ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്ത് വിട്ടുവിടും. അപ്പുറത്തെ ഭാഗത്ത് വിട്ടുമ്പോൾ 4 ഭാഗത്തും കിഴങ്ങ് കീലും. ഇതേപോലെ ആയി. ഇനിയിപ്പോൾ ഈ 1 കൂടി ഇടണം. ഇതും കൂടി ഞാൻ ഇട്ടേ. ഇനിയിപ്പോൾ നിങ്ങൾ നാളെ കാണിക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇനി എല്ലാവരും കാണണം. ഈ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ്. നിങ്ങളെല്ലാം കണ്ടിട്ട് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ല വിളവെടുക്കാൻ കഴിയും. ചാക്കിൽ നട്ടാൽ പുറത്ത് നട്ടതിനെക്കാട്ടി നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, വേണ്ടി സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നാളെ വീഡിയോ എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.